ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബ്രെഡാണ്. വരും നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. 2 ടീസ്പൂൺ ഷുഗർ കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി വെക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഞാനൊരു 1.25 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇനി ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി പാലിലേക്ക് ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് നന്നായി ഇളക്കാം. ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇളക്കാം. ബ്രെഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് കുഴക്കുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് കുഴക്കാം. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ കവർ ചെയ്ത് വെക്കണം. എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എടുത്തിട്ട് കവർ ചെയ്ത് വെക്കുക. ഞാനിവിടെ പ്ലാസ്റ്റിക് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 1 അവർ ഇങ്ങനെ വെക്കണം. 1 അവർ ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇപ്പൊ ഒന്നുങ്ങി വന്ന് കവറിന് ടച്ച് ചെയ്തു. ഇനി ഇത് വീണ്ടും നന്നായി പശവശപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് പൊടി കുടഞ്ഞിട്ട് നമുക്ക് കുഴയ്ക്കാം. പരത്തിയിട്ട് ഇത് കുറച്ചായിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് ആക്കി വെക്കാം. ബ്രെഡ് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് എടുത്തു വെക്കാം. ഇനി ഇതും 1 അവർ നന്നായി കവർ ചെയ്ത് വെക്കാം. 1 അവർ ആയിട്ടുണ്ട്. ഇത് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കവർ എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബ്രെഡ് ഉണ്ടാക്കാനും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൺവെക്ഷനിലേക്ക് മാറ്റിയിട്ട് 170 ഡിഗ്രി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ബ്രെഡ് മിക്സ് എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് മിനിറ്റ് സെറ്റ് ചെയ്യാം. അതായത് 35 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ബ്രെഡ് പുറത്തേക്ക് എടുക്കാം. ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് ബട്ടർ കൊണ്ട് ഒന്ന് ഇങ്ങനെ വരട്ടി കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ബ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ സോഫ്റ്റ് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി തന്നെയാണ്. നമുക്ക് സമാധാനത്തോടു കൂടി ബ്രെഡ് കഴിക്കുകയും ചെയ്യാം. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ നമുക്ക് അവർക്കൊരു സ്നാക്സ് ആയിട്ട് ബ്രെഡ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഓവൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമന്റ് ഇടുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.